ക്വസ്റ്റ്യൻസ് ഫ്രം ഇലക്ട്രോണിക്സ്. ഞാൻ ചോയ്സായിട്ടൊന്നും പറയുന്നില്ല, കാര്യങ്ങൾ പോയിൻറ്റ്സ് തരത്തക്കവണ്ണമുള്ള രീതിയിൽ. ദി ഇൻപുട്ട് വോൾട്ടേജ് വേരീസ് ബിറ്റ്വീൻ 20 volts and 30 volts. VZ, Zener voltage, V subscript Z, VZ equals 18 volts and RL, load resistance, equals 200 ohm. What is the stabilized voltage across RL and the current through it? ഇതൊരു സ്റ്റെബിലൈസറാണ്, സെനർ ഡയോഡ് ഉപയോഗിച്ചുള്ളൊരു സ്റ്റെബിലൈസറാണ്. ഇൻപുട്ട് വോൾട്ടേജ് 20 വോൾട്ടിനും 30 വോൾട്ടിനും ഇടയ്ക്ക് ഇങ്ങനെ വേരി ചെയ്യുക, 20 to 30 വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ലോഡിൽ അത് നമുക്ക് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കിട്ടണം, അതിനാണല്ല സെനർ ഡയോഡ് ഉപയോഗിക്കുന്നത്. സെനർ വോൾട്ടേജ് തന്നിട്ടുണ്ട് 18 വോൾട്ടെന്ന്. എങ്കിൽ ഇവിടെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദ്യം. ഇത് 20 വോൾട്ടും മുതൽ 30 വോൾട്ട് വരെ ഈ ലൈൻ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ വേരിയേഷൻ ഇവിടെ വരാൻ പാടില്ല, അതിനാണല്ലോ സെനർ ഡയോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ RL എന്ന് പറയുന്നത് ലോഡ് എപ്പോഴും സെനർ ഡയോഡിന് പാരലായിട്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ്, സെനർ ഡയോഡിൻ്റെ പ്രത്യേകത, സെനർ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് സ്റ്റഡിയായിട്ട് നിൽക്കും. ഇവിടുത്തെ ലൈൻ വോൾട്ടേജ് മാറിയാലും സെനർ വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മാറില്ല. കൂടുതൽ കറണ്ട്, ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പം കറണ്ട് കൂടും. ഈ കൂടിയ കറണ്ട് ലോഡിലോട്ട് വിടാതെ ഇതിഞ്ഞ് ബൈപ്പാസ് ചെയ്യും. കറണ്ട് കുറവാണ്, വോൾട്ടേജ് കുറയുമ്പോൾ ഇവിടെ കറണ്ട് കുറയും. ഈ കുറയുന്ന കറണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അതനുസരിച്ച് കുറച്ച് കറണ്ട് ഇതെടുക്കത്തുള്ളൂ, ബാക്കി കറണ്ട് ഇങ്ങോട്ടിഞ്ഞ് വിട്ടുകൊടുക്കും. അപ്പോൾ ലോഡിലെ വോൾട്ടേജ് സ്റ്റഡിയായിട്ട്, കറണ്ട് സ്റ്റഡിയായിട്ട് നിന്നുകൊള്ളും. ഇപ്പോൾ ഈ 20 to 30 വോൾട്ട് എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യുക വേണ്ട. ഇവിടെ ആൻസർ VZ തന്നെ. ഇവിടെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് VZ തന്നിട്ടുണ്ട്, അത് തന്നെ ആൻസർ. ഇപ്പോൾ സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് ഓർ ലോഡ് വോൾട്ടേജ് ഈസ് 18 വോൾട്ട്. RL ഈക്വൽസ് VZ ഈക്വൽസ് 18 വോൾട്ട്. എങ്കിൽ ഇതിലെ ലോഡിലെ കറണ്ട് IL ഈക്വൽസ് ഓംസിൽ ഉപയോഗിച്ചാൽ മതി VZ/RL. ദറ്റ് ഈസ് 18/200 or 9 × 10⁻² ആംപിയർ or 90 × 10⁻³ ആംപിയർ or 90 മില്ലി ആംപിയർ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പോൾ സെനർ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് ഈ ലോഡിന് കിട്ടുന്ന സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ്. അത് ലൈൻ വോൾട്ടേജ് കൂടിയാലും കുറഞ്ഞാലും VZ സ്റ്റഡിയായിട്ട് നിൽക്കും. പക്ഷെ കറണ്ട് അതിനനുസരിച്ച് സെനർ ഡയോഡ് കൂടുതൽ വലിച്ചെടുക്കുകയോ കുറച്ച് വലിച്ചെടുക്കുകയോ ചെയ്ത് ലോഡിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തും. അടുത്ത പോയിൻ്റ്, സോളാർ സെല്ല്. സോളാർ സെല്ല് ഒറ്റയ്ക്ക് ഉപയോഗിക്കില്ല. നമുക്കറിയാം ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ ഇത് ഉപയോഗിക്കുന്നത്. സോളാർ സെല്ല് ഒറ്റയ്ക്ക് ഉപയോഗിക്കാറില്ല. ഇത് സീരീസിലും പാരലിലും കമ്പൈൻ ചെയ്യുക ചെയ്യുന്നത്. പാരലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ കറണ്ട് ഔട്ട്പുട്ട് കൂടും. സീരീസിൽ കണക്ട് ചെയ്താൽ വോൾട്ടേജ് ഔട്ട്പുട്ട് കൂടും. ഇത് മനസ്സിലിരിക്കണം. കുറേ സോളാർ സെല്ലുകൾ പാരലിൽ കണക്ട് ചെയ്യുമ്പം ടോട്ടൽ കറണ്ട് ഔട്ട്പുട്ട് കൂടും. സീരീസിൽ കണക്ട് ചെയ്താൽ വോൾട്ടേജ് ഔട്ട്പുട്ട് കൂടും. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് ഒരു ചെറിയ ചോദ്യം, ഹൗ മെനി സോളാർ സെൽസ് വിൽ ബി റിക്വയർഡ് ടു ഗെറ്റ് 15 ആംപിയർ അറ്റ് 100 volts? One cell delivers 0.15 ആംപിയർ അറ്റ് 1 volt. ഒരു സെല്ല് അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് 0.15 ആംപിയറാണ്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 1 വോൾട്ടാണ്. പക്ഷെ നമുക്ക് ആവശ്യം എത്ര? 15 ആംപിയറോ 100 വോൾട്ടുമാണ്. അപ്പോൾ ഈ സീരീസിൽ 100 വോൾട്ട് ഒരു സെല്ലിൽ നിന്ന് 1 വോൾട്ടേ കിട്ടത്തുള്ളൂ. 100 വോൾട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ സീരീസിൽ കണക്ട് ചെയ്യണം.
N1 സെല്ലുകൾ സീരീസിൽ കണക്ട് ചെയ്യുന്നെന്നിരിക്കട്ടെ, ഒരു സെല്ലിൽ നിന്ന് 1 വോൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ N1 സെല്ല് സീരീസിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന മൊത്തം വോൾട്ടേജ് N1 × 1, ദാറ്റ് മസ്റ്റ് ബി 100. സോ N1 = 100/1 or 100 സെൽസ്. അപ്പോൾ 100 സെല്ലുകൾ സീരീസിൽ കൊടുക്കണം. ഇനി 15 ആംപിയർ വേണം. ഒരു സെല്ലിൽ നിന്ന് കിട്ടുന്നത് ഔട്ട്പുട്ട് 0.15 ആംപിയർ. അപ്പോൾ N2 സെല്ലുകൾ പാരലി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ കറണ്ട് ഔട്ട്പുട്ട് N2 × 0.15. അത് നമുക്ക് 15 ആയിരിക്കണം. എങ്കിൽ N2 = 15/0.15, ദാറ്റ് ഈസ് 100 സെൽസ്. അപ്പോൾ 100 സെല്ല് സീരീസിലും വേണം, 100 സെല്ല് പാരലിലും വേണം. അപ്പോൾ മൊത്തം സെല്ലിൻ്റെ എണ്ണം എത്ര? 100 × 100, 10,000 സെൽസ് വേണം. അതാണ് ആൻസർ. അപ്പോൾ ഇതൊക്കെ മെൻ്റലായിട്ട് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. മറ്റൊരു പോയിൻ്റ്, NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് ചോദിച്ചിട്ട് ഇതിൽ അഡ്വാൻറ്റേജ് ഏതെങ്കിലും ഒന്നിനേക്കാൾ മെച്ചം, അല്ല രണ്ടും ഒരേപോലെ ക്വാളിറ്റി ഉള്ളതാന്നൊക്കെ പറഞ്ഞ് ചോയ്സ് തരും. എപ്പോഴും NPN ട്രാൻസിസ്റ്ററാണ് PNPയേക്കാൾ അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം NPN ട്രാൻസിസ്റ്ററിൻ്റെ റെസ്പോൺസ് ടൈം കുറവാണ്, ക്വിക്ക് റെസ്പോൺസാണ്. സിഗ്നൽ കൊടുത്താൽ പെട്ടെന്ന് ഔട്ട്പുട്ടിൽ വരും. ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ വേരിയേഷൻ പെട്ടെന്ന് ഔട്ട്പുട്ടിൽ ആ വേരിയേഷൻ പ്രത്യക്ഷപ്പെടും. കുറച്ച് സമയം കൊണ്ട് ഇത് ഫങ്ഷൻ ചെയ്യും. അതിനാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, NPN ട്രാൻസിസ്റ്റർ ഹാസ് ലെസ്സർ റെസ്പോൺസ് ടൈം. അതുകൊണ്ട് NPN ട്രാൻസിസ്റ്ററാണ് മെറിറ്റ് കൂടുതൽ. കാരണം NPN ട്രാൻസിസ്റ്ററിലെ മെജോറിറ്റി കരിയർ ഇലക്ട്രോൺസാണ്. ഇലക്ട്രോൺ കണ്ടക്ഷൻ ആണല്ലോ ഹോൾ കണ്ടക്ഷനേക്കാൾ ഫാസ്റ്റ് കൂടുതൽ. അതൊക്കെ നേരത്തെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. മറ്റൊന്ന്, സിലിക്കൺ ട്രാൻസിസ്റ്റർ ഈസ് സുപ്പീരിയർ ടു ജർമേനിയം ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്റർ എന്ന് മാത്രമല്ല, ഡയോഡായൊക്കെ ശരി. ഇപ്പോൾ സിലിക്കൺ കൊണ്ടുണ്ടാക്കുന്ന സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് ജർമേനിയം കൊണ്ടുണ്ടാക്കുന്ന സെമി കണ്ടക്ടർ ഡിവൈസസിനേക്കാൾ മെച്ചം. ഇതിന് കാരണം ജർമേനിയം ഈസ് മോർ ടെമ്പറേച്ചർ സെൻസിറ്റീവ്. ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നാൽ പോലും ജർമേനിയത്തിൻ്റെ ഫങ്ഷനെ അത് ബാധിക്കും. കൂടുതൽ തെർമൽ ഇലക്ട്രോൺസ് ലിബറേറ്റഡ് ആയിട്ട് ആകപ്പാടെ അലങ്കോലമാവും. അപ്പോൾ ചേഞ്ച് ഇൻ ആംബിയൻ ടെമ്പറേച്ചർ, ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചറൊക്കെ ഒന്ന് വേരി ചെയ്ത് കഴിഞ്ഞാൽ ജർമേനിയത്തിൻ്റെ അകത്തെ ഫങ്ഷൻ ആകെ അലങ്കോലപ്പെടും. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ സിലിക്കൺ ക്രിസ്റ്റലിനാണ്. അതുകൊണ്ട് സിലിക്കൺ ഡിവൈസസ് ആണ് സുപ്പീരിയർ. ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സാണ്. മറ്റൊന്ന്, ഇതിപ്പോൾ ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ഫോർവേഡ് ബയസാണ് കാണിച്ചിരിക്കുന്നത്. 3 ടെമ്പറേച്ചർ വാല്യൂസിലുള്ള കർവുകളാണ്, വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ T1, T2, T3 ടെമ്പറേച്ചേഴ്സാണ്. ഇതിലേതാ വലുത്? ഇത് പല രീതിയിൽ ചോയ്സിൽ വരാം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ T1 > T2 > T3, അല്ലെ T1 < T2 < T3, ഓർ T1 lies between T1 and T2 എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോയ്സ് വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു കറണ്ടിൻ്റെ ആക്സിസിൽ നിന്നും വോൾട്ടേജ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിൽ നിന്നെല്ലാം താഴോട്ട് വരച്ച് നോക്കുക. ഇവിടെ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ V1 എന്ന് പറയുന്ന കുറഞ്ഞ വോൾട്ടേജിൽ ഈ കറണ്ട് കിട്ടി. T2 ടെമ്പറേച്ചറിൽ ഇതേ കറണ്ട് കിട്ടാൻ കൂടിയ വോൾട്ടേജ് വേണ്ടി വന്നു, V2. T3 ടെമ്പറേച്ചറിൽ ആണെങ്കിൽ V3 അതിലും കൂടിയ വോൾട്ടേജ് വേണ്ടി വന്നു ഇതേ കറണ്ട് കിട്ടാൻ. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജിൽ കറണ്ട് തന്നത് ഈ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? T1 ഈസ് ഗ്രേറ്റർ.
ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ T1 കൂടുതലായതുകൊണ്ട് അതിനകത്ത് തെർമലി ലിബറേറ്റഡ് കണ്ടക്റ്റിംഗ് ചാർജസ് കൂടുതലുണ്ടാവും. കൂടുതൽ ഇലക്ട്രോൺസ് ലിബറേറ്റഡ് ആകും ഹൈ ടെമ്പറേച്ചറിൽ. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജിലും കറണ്ട് നമുക്ക് കിട്ടും. തെർമലി ലിബറേറ്റഡ് ഇലക്ട്രോൺസ് ക്രിസ്റ്റലിലുണ്ടാകുന്നത് കൊണ്ട് നമുക്ക് കുറഞ്ഞ വോൾട്ടേജിൽ കറണ്ട് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ലൈൻ പെട്ടെന്ന് വർഷയിൽ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജിൽ ഒരേ കറണ്ട് തരുന്നത് ഈ T1, T2, T3, V1 ഗ്രേറ്റർ ദാൻ V2 V1 ലെസ് ദാൻ V2 ലെസ് ദാൻ V3. അപ്പോൾ T3യിലാണ് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് വേണ്ടത് ഒരേ കറണ്ട് തരാൻ. ഈ കറണ്ട് തരാൻ. അതിൻ്റെ അർത്ഥം T3 ഈസ് ലെസ് ദാൻ T2 ലെസ് ദാൻ T1. മനസ്സിലായാലും T1 ഏറ്റവും വലുത്, T2 അതിൽ ചെറുത്, T3 അതിൽ ചെറുത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നാൽ ഈ പരിപാടി ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഐഡിയൽ ഡയോഡിൻ്റെ ഗ്രാഫ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതിപ്പോൾ ജർമേനിയം കൊണ്ടുള്ള ഐഡിയൽ ഡയോഡ്, ഐഡിയൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമുള്ളതല്ല, സങ്കല്പം. 0.3 വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യലാണ്. ഈ ബാരിയർ പൊട്ടൻഷ്യൽ വരെ ഇത് ഐഡിയലാണെന്ന് സങ്കല്പിച്ചാൽ കറണ്ട് ഒട്ടുമേ കടത്തി വിടില്ല. അത് കഴിഞ്ഞ് കറണ്ട് വോൾട്ടേജ് കൂട്ടാതെ തന്നെ കറണ്ട് അങ്ങ് കൂടും. അത് ഐഡിയൽ ഡയോഡിൻ്റെ പ്രത്യേകത. റിവേഴ്സ് ബയസിൽ കറണ്ട് ഒട്ടുമേ കടത്തി വിടില്ല. പെർഫെക്റ്റ് ഇൻസുലേറ്റർ പോലാവും. അപ്പോൾ ജർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ട്, അത് നമുക്ക് ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്നോ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സിലിക്കൺ ആണെങ്കിൽ ഈ 0.3യുടെ സ്ഥാനത്ത് 0.7 വോൾട്ടാണ്. 0.7 വോൾട്ട് വരെ കറണ്ട് 0 ആയിരിക്കും. പിന്നെ കറണ്ട് ഷാർപ്പായിട്ട് അങ്ങ് കൂടും. കറണ്ട് വെർട്ടിക്കൽ ആക്സിസിന് പാരലായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് ഐഡിയൽ ഡയോഡാണെന്നും ഇത് 0.3 ആണ് ജർമേനിയം കൊണ്ടുള്ള ഡയോഡാണെന്നും ഇത് 0.7 ആണ് അത് സിലിക്കൺ കൊണ്ടുള്ള ഡയോഡാണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ ജനറലായിട്ട് ഇഷ്ടംപോലെ എൻട്രൻസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ കൂടുതൽ പോപ്പുലറായിട്ട് എല്ലാവരും ചർച്ച ആയിരിക്കില്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ധാരാളം ഇട്ടിട്ടുണ്ട്. വെറൈറ്റിയാണ് ഞാൻ തരുന്നത്. താങ്ക് യു.